ഹായ് വെൽക്കം ടു മൈ ചാനൽ ക്ലാസിക് ഫുഡ് വേൾഡ്. ഇന്ന് നമുക്കൊരു വെള്ളക്കടല വെച്ചൊരു കറി ഉണ്ടാക്കാം. നമ്മുടെ ചപ്പാത്തിക്കും പൂരിക്കും ഭട്ടൂരയ്ക്കൊക്കെ പറ്റിയൊരു നല്ലൊരു കറി. ആദ്യം നമുക്ക് മസാല അരയ്ക്കണം. അതിന് വേണ്ട സാധനങ്ങൾ ഒരു വലിയ സബോള, ചെറുതാണെങ്കിൽ 2 എടുക്കുക. പിന്നെ കുരുമുളക് അല്ലെങ്കിൽ കുരുമുളക് പൊടി, ചെറിയ ജീരകം, മുളക് പൊടി, മല്ലിപ്പൊടി, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, പട്ട, ഗ്രാമ്പൂ, ഏലക്കായ, പെരുംജീരകം. ഈ പട്ട, ഗ്രാമ്പൂ, ഏലക്കായ, പെരുംജീരകവും പിന്നെ കുരുമുളകാണെങ്കിൽ അതും ആദ്യം ഒന്ന് നന്നായി പൊടിച്ചെടുക്കുക. അത് കഴിഞ്ഞാൽ അതിൽ ഈ മസാലകൾ ഇട്ടിട്ട് അരച്ചെടുക്കണം. വലിയ സബോള ആണെങ്കിൽ ഒരു പകുതി സബോള അരയ്ക്കാനും പകുതി സബോള വഴറ്റാനും എടുക്കണം. ചെറുതാണെന്ന് വെച്ചാൽ ഒരു സബോള വഴറ്റാനും ഒരു സബോള അരയ്ക്കാനും എടുക്കണം. നമുക്ക് എണ്ണ ഒഴിച്ചിട്ട് അത് നന്നായി ചൂടാക്കാം. ഞാൻ റിഫൈൻഡ് ഓയിലാണ് എടുത്തേക്കണം, അതാണ് കൂടുതൽ ടേസ്റ്റ് കിട്ടുക. വെളിച്ചെണ്ണയാകുമ്പോൾ വെളിച്ചെണ്ണയുടെ സ്വാദ് വരും. നോർത്ത് ഇന്ത്യൻ ഡിഷ് പോലെ ഉണ്ടാക്കണം, അതിനൊക്കെ നല്ലത് റിഫൈൻഡ് ഓയിലാണ്. ഞാനൊരു വലിയ സബോള എടുത്തത്, അതിൻ്റെ പകുതി ഞാൻ വഴറ്റാൻ വേണ്ടിയിട്ട് എടുത്തിട്ടുണ്ട്. ഇതൊരു നല്ല ബ്രൗൺ നിറമാവുന്നത് വരെ വഴറ്റിയെടുക്കണം, കരിയാതെ നോക്കണം. ഗോൾഡൻ ബ്രൗൺ ആവുന്ന സമയത്ത് നമുക്കതിൽ അരപ്പ് ചേർക്കാം. ഇനി ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കണം. കടല വേവിക്കാൻ ഉപ്പിട്ട കാരണം ഇതിൽ കുറച്ച് ഉപ്പിട്ടാൽ മതി, മസാലയ്ക്കുള്ളത് മാത്രം എടുത്തിട്ടാൽ മതി, കൂടാതെ നോക്കണം. ഇതൊരുവിധം വഴണ്ടി വരുന്നവരെ വേവിക്കാം. ഞാൻ കടലയിൽ വെള്ളത്തിൽ കുതിർത്തിട്ടുണ്ടായിരുന്നു ഒരു രാത്രി. അത് കഴിഞ്ഞിട്ട് അതിൽ ഉപ്പും മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് വേവിച്ചതാണ്. വലിയ കടലയായ കാരണം ഒന്ന് ഉടച്ചിട്ടുണ്ട് കേട്ടോ. നമ്മുടെ സബോള നല്ല ബ്രൗൺ നിറമായി. ഇതിലേക്ക് ഇനി നമ്മുടെ അരപ്പ് ചേർക്കണം. നമ്മൾ അരച്ച് വെച്ചത് നന്നായി അരച്ചെടുക്കണം. അരപ്പ് പാകത്തിന് വെള്ളം ഒഴിച്ചിട്ട് നന്നായി അരച്ചെടുക്കുക. എണ്ണ പോലെ അരയ്ക്കാമെന്നൊക്കെ പറയില്ല, എന്നാലാണ് അത് ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അതുപോലെ നല്ലപോലെ അരച്ചെടുക്കുക. ആ അരച്ചതിലേക്ക് നമുക്ക് പാകത്തിന് വെള്ളവും ചേർത്തിട്ട് നല്ലപോലെ വഴറ്റണം. എണ്ണ തെളിയണ വരെ വഴറ്റിയെടുക്കണം ഈ മസാലേനെ. അടച്ച് വെച്ചിട്ട് ഞാൻ വേവിച്ചിട്ടുണ്ടായിരുന്നു, അപ്പോൾ നമുക്ക് വേഗം ആയി കിട്ടുമല്ലോ. അപ്പോൾ അടച്ച് വെച്ചിട്ട് വേവിക്കാം. ഇനി അടച്ച് വെച്ച് വേവിച്ചില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. എണ്ണ തെളിയണ വരെ ആ മസാല മണമൊക്കെ പോയി, പച്ചമണമൊക്കെ പോയി നല്ലൊരു മണം വരുന്ന വരെ വഴറ്റിയെടുക്കുക. ഇല്ലേ, വേണമെങ്കിൽ എണ്ണ ചേർക്കാം. എണ്ണ കുറവാന്ന് തോന്നിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ എണ്ണ പിന്നെ ചേർത്തിട്ടൊന്നുമില്ല ഉണ്ടോ. ഇനി അടച്ച് വെച്ചിട്ടൊന്ന് വേവിക്കുക. പിന്നെ നമുക്കൊരു 2 തക്കാളി, ഒരു മീഡിയം സൈസ്, വലുതാണെങ്കിൽ ഒരെണ്ണം എടുത്താൽ മതി. അതൊന്ന് നന്നായി അരച്ചെടുക്കണം, പേസ്റ്റ് പോലെ ഉണ്ടോ. ഇപ്പം നമ്മുടെ സബോളയൊക്കെ വഴണ്ടു, എണ്ണയൊക്കെ നന്നായി തെളിഞ്ഞിട്ടുണ്ട് ഉണ്ടല്ലേ. ഒന്ന് നന്നായി ഇളക്കി കൊടുക്കുക. വേണമെങ്കിൽ കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കുക. കഴിഞ്ഞിട്ട് ഇനി അരച്ച തക്കാളി അതിൽ ചേർക്കണം. ഇതിനും നന്നായി ഇളക്കി നല്ല പോലെ വഴറ്റിയെടുക്കണം. പച്ചമണമൊക്കെ പോയി നല്ല ഇതായിട്ട് എണ്ണ തെളിഞ്ഞ് വരുന്ന വരെ വഴറ്റിയെടുക്കുക. കുറച്ച് സമയം ഇതും വേണമെങ്കിൽ അടച്ചു വെച്ചിട്ട് വഴറ്റിയെടുക്കാം. നല്ല പോലെ വഴറ്റി കൊടുക്കണം. നന്നായിട്ട് എണ്ണ തെളിഞ്ഞ് വരണം കേട്ടോ. ഞാൻ അടച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതെടുത്ത് നോക്കാം. കുറച്ച് കഴിയുമ്പോൾ ഉണ്ടോ എണ്ണയൊക്കെ തെളിഞ്ഞു. അടി പിടിക്കേണ്ടത് തോന്നുകയാണെങ്കിൽ കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുക്കുക. ഞാൻ ആദ്യം എടുത്ത എണ്ണ തന്നെ എടുത്തിട്ടുള്ളൂ, പിന്നെ അതിലേക്ക് എണ്ണ ഒന്നും ഒഴിച്ചിട്ടില്ല കേട്ടോ. അപ്പോൾ കണ്ടില്ലേ, നന്നായി തെളിഞ്ഞ് നല്ല പോലെ മസാലയൊക്കെ മൂത്ത് വന്നിട്ടുണ്ട്. മസാല മൂത്ത് വന്നില്ലെങ്കിൽ പിന്നെ ആ കറിക്കൊരു പച്ച കുത്തുണ്ടാവും. അതുകൊണ്ട് മസാല നന്നായി മൂപ്പിക്കണം കേട്ടോ. ഇനി നമ്മൾ വേവിച്ചുടച്ച് വെച്ചാൽ കടല ചേർക്കുക. കടല വല്ലാണ്ട് ഉടയ്ക്കേണ്ട, ഒരുവിധം ഉടച്ചെടുക്കുക. കാരണം കറിക്കൊരു കുറുകിയിരിക്കാൻ, അല്ലെങ്കിൽ അത് ഇങ്ങനെ വേറെ വേറെ പോലെ കിടക്കും. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ എടുത്തേക്കണം. ഞാനൊരു 5-6 വിസിൽ വരുത്തിയിട്ടുണ്ട് കേട്ടോ കടലയ്ക്ക്. നല്ലോണം നന്നായി വെന്ത് കിട്ടുക. എൻ്റെ കടല കുറച്ച് വലിയ ടൈപ്പായിരുന്നു അല്ലേ. ഇനി എല്ലാ മസാലയും എല്ലാവരും പിടിക്കണ പോലെ നന്നായി ഇളക്കി കൊടുക്കുക. എന്നിട്ട് ഒരു 2-3 മിനിറ്റ് അടച്ച് വേവിക്കുക. കാരണം മസാല കടലയിൽ പിടിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യണേ അല്ലേ. തീ കുറച്ച് അടച്ച് വെച്ചാൽ മതിയേ. പായി. ഇനി നിങ്ങൾക്ക് വെള്ളം വേണമെന്ന് വെച്ച് തോന്നുകയാണെങ്കിൽ ചേർക്കാം. കാരണം ഇതൊന്ന് കുറച്ച് നേരം ഇരുന്ന് കഴിഞ്ഞാൽ വറ്റിയ പോലെയാവും. ഞാനിതിൽ കുറച്ച് കസൂരി മേത്തി, അതായത് ഉണങ്ങിയ ഉലുവേലയും പിന്നെ കുറച്ച് മല്ലിയില ഇട്ടിട്ടുണ്ട്. പിന്നെ പാകത്തിന് ഗരം മസാലപ്പൊടി ഇട്ടിട്ടുണ്ട്. ഞാൻ ഗരം മസാലപ്പൊടി ഇട്ടങ്ങനെ. നിങ്ങളുടെ കയ്യിൽ ചന്ന മസാല ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഇടാം. അത് നല്ല ടേസ്റ്റാണ് കിട്ടുക. എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നില്ല, അതുകൊണ്ട് ഞാൻ ഗരം മസാല ഇട്ടത്. ഇനി ഒന്ന് നന്നായി ഇളക്കി കൊടുക്കുക. എന്നിട്ട് തീ ഓഫ് ചെയ്തിട്ട് ഇനി നമുക്കിതിനെ സെർവ് ചെയ്യാം. ഞാനിത് ഇന്നലെ ഞാൻ ഭട്ടൂര ഉണ്ടാക്കി കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു. അതിൻ്റെ കൂടെ ഇത് നല്ലൊരു കോമ്പിനേഷനാണ്. നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കുക. നിങ്ങൾക്ക് ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബും ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ബെൽ ബട്ടൺ ഒന്ന് അമർത്തണേ.
എന്നാലാണ് നിങ്ങൾക്ക് ഇനി ഞാനിടുന്ന വീഡിയോസ് കിട്ടുള്ളൂ. താങ്ക് യു ഫോർ വാച്ചിങ്. ടേക്ക് കെയർ. ബൈ ബൈ.